കർത്താവിന് ധന്യവര നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപരമേശ്വരത്തെ സഹകരിക്കുന്ന എല്ലാ പ്രാർത്ഥന സഹോദരികളായ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കർത്താവിന് പ്രദാസന്മാർക്കും എൻ്റെ അഭിലേഖാംശങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ശേഷം ഈ തിങ്കളാഴ്ച രാവിലെ വരെ ദൈവമേ അത്ഭുതമായി കരുണയോടെ സ്വീകൃതത്തോടെ പരിപാലിപ്പാണ്ടിയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിന് മുഖപ്പെട്ട ദൂത് അതിൻ്റെ പ്രതികരണങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മെ മറക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ളത് കർത്താവ് ഓർപ്പിക്കുകയും അത് ഈ ഒരാഴ്ചയിൽ ജീവിതത്തെ അനുഭവിക്കുവാൻ കർത്താവ് എനിക്കും നമുക്ക് ഓർക്കും ഇടയാക്കിയവർ കർത്താവിനെ സ്തുതിക്കും. ഈ ആഴ്ചത്തെ ദൂതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർപ്പിച്ച ദൂതിൻ്റെ തലക്കെട്ടിനായി ദൂതനായ കർത്താവിനെ സ്തുതിക്കും. അതിനാധാരമായി അനേക വാക്യങ്ങൾ കർത്താവിന് മനസ്സിൽ കൊണ്ടുവന്ന ആദ്യത്തെ വാക്യം ഇനി ഇപ്രകാരമാണ്. യെശയ്യാപ്രവചനം 41-ാം അധ്യായം ആമേൻ എൻ്റെ 10-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കും. ആ വാക്യത്തിൽ 5 പ്രാവശ്യം ഞാൻ എന്ന ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങളെ അറിയിപ്പാൻ നൽകിയ ദൂതിൻ്റെ തലക്കെട്ട് ഞാൻ നിന്റെ അവയവങ്ങളെ ശക്തീകരിക്കും ദൈവമാണ്. സ്തോത്രം. ശക്തീകരിക്കും ദൈവം. ഹല്ലേലൂയ. ഈ വിഷയം ഞാൻ ധ്യാനിച്ചപ്പോൾ വളരെ വിശാലമായ അനേക ചിന്തകൾ കൂടെ കർത്താവിന് നടത്തുവാനായിട്ടിടയായി. ശക്തിയില്ലാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എത്ര സ്തോത്രം പ്രായമുണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും, സ്തോത്രം എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, നേരെ നിൽക്കുവാൻ ശക്തിയില്ലാത്ത, കൈകാലുകൾ ശക്തിയില്ലാത്ത, നാവിന് ശക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക് സ്തോത്രം ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാതെ നിരാശപ്പെടുവാൻ കാരണമാകും. സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവം സ്തോത്രം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം 8-ാം വാക്യമാണ് ആദ്യം എനിക്ക് നൽകിയ ഇതിനോട് കണക്റ്റായ വാക്യം. അവിടെ വായിക്കുന്നു, ലുസ്ത്രയിൽ മുടന്തനായ ഒരു സഹോദരൻ, അവന് എഴുന്നേൽക്കാൻ കഴിയാതെ കാലിന് ശക്തിയില്ലാത്ത അപ്പോൾ അവന് കാലുകൾക്ക് ബലക്കുറവ്, കാലുകൾക്ക് ശക്തിയില്ലായിരുന്നു. അവനുമേൽ ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ ദാസന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വചനം കേട്ടപ്പോൾ അവൻ്റെ കാലുകൾക്ക് ശക്തിയുള്ളതിനായി തിരുവാണ്ടിയായിരുന്നു. അവൻ എഴുന്നേറ്റ് നിൽപ്പാൻ, നിവർന്നു നിൽപ്പാൻ കാരണമായിട്ടുണ്ട്. കാലിനെ ശക്തീകരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 144-ാം സംഘത്തിനും 1-ാം വാക്യം അവിടെ വായിക്കുന്നു, അവൻ്റെ കൈകളെയും വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. സ്തോത്രം. കൈകളെ ശക്തീകരിക്കുന്ന ദൈവം. സ്തോത്രം. 2 വിരലുകളെ അഭ്യസിക്കുന്ന ദൈവം. 1 കാലിനെ ശക്തീകരിക്കുന്നവൻ, 2 കൈകളെ ശക്തീകരിക്കുന്നവൻ, 3 വിരലുകളെ ശക്തീകരിക്കുന്നവൻ. സ്തോത്രം. 18-ാം സങ്കീർത്തനം അതിൻ്റെ 32-ാം വാക്യം 39-ാം വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിന്റെ അര മുറുക്കുന്നു. നിന്റെ അരയെ ശക്തികരിക്കുന്ന ദൈവം. ആരാ? നിന്റെ സ്തോത്രം നട്ടല്, നിന്റെ സ്തോത്രം നടുവ്, അതൊക്കെയാണ് അരയെന്ന് ഭാഗം ഉദ്ദേശിക്കുന്ന. സ്തോത്രം. ആ അരയെ എന്ത് ചെയ്യാണ്? അവൻ ശക്തീകരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലൂക്കോസ് 21-ാം അധ്യായം 15-ാം വാക്യം, എഫെസ്യർ 6-ാം അധ്യായം 19-ാം വാക്യം, ഈ സ്തോത്രം യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം. സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ കാണുവാനിടയാകുന്നത് നമ്മുടെ നാവിനെ അവൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. പ്രതികൂല പ്രശ്നത്തിലാകുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ നിന്റെ നാവിന്മേലൊരു ശക്തി പകർന്ന് ദൈവം നിന്നെ സഹായിക്കുമെന്നാണ്. അപ്പോൾ ശരീരമായ ചില അവയവങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ശക്തിയെ ദൈവം പകരുന്ന കാര്യമാണ് ഇവിടെ കാണാൻ ഇടയായിട്ടുണ്ട്. 1 കാലിനെ ശക്തിയിരിക്കുന്നു, 2 കൈകളെ ശക്തിയിരിക്കുന്നു, 3 വിരലുകളെ ശക്തിയിരിക്കുന്നു, 4 നിന്റെ നാവിനെ ശക്തിയിരിക്കുന്നു, 5 നിന്റെ അരയെ ശക്തീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശരീരഭാഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാര പകർന്നു. സ്തോത്രം. ആ വ്യക്തി എന്ത് ചെയ്യാണ്? അവൻ ശക്തനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ശക്തി ഉണ്ടാകുന്നത്? ഏതെല്ലാം മണ്ഡലത്തിലാണ് ദൈവത്തിൻ്റെ ശക്തീകരണം വീണ്ടും വെളിപ്പെടുന്നതെന്ന് ദൈവാത്മാവ് എന്നെ പഠിപ്പിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിൽ 34-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുവാനിടയാകുന്നത് ബലഹീനമായതിനെ അവൻ ശക്തീകരിക്കുന്നു. ബലഹീനമായതിനെ വീണ്ടും 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ദീനം പിടിച്ചവനെ അവൻ ശക്തീകരിക്കുന്നു. ദീനം പിടിച്ചതിനെ. സ്വന്തം അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ പ്രകാരം ഓർപ്പിക്കുന്നു, ചാവാറായ ശേഷിപ്പുകളെ അവൻ ശക്തീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യാൻ
അപ്പോൾ അവസാനം ഉറപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ബലഹീനമായതിനെ, സ്തോത്രം, ബലഹീനമായ നിന്റെ ശരീരാവസ്ഥയെ, ബലഹീനമായ നിന്റെ മനസ്സിനെ, ബലഹീനമായ നിന്റെ സാമ്പത്തിക നിലവാരത്തെ, ആ ബലഹീനമായ നിന്റെ പുരോഗമന സ്തോത്ര സ്റ്റെപ്പുകളെ ഒക്കെ ദൈവം ശക്തീകരിക്കുന്നുവെന്നാണ്. രണ്ടാമത്, ദീനം പിടിച്ചതിനെ അവൻ ശക്തീകരിക്കും. സ്തോത്രം. നമുക്ക് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സ്തോത്രം ബഥാനിയിലെ ലാസറിന്റെ ഭവനത്തിലെ സംഭവം അറിയാമല്ലോ. അവിടെ അവന് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്ന അവന് രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവർക്കും ചിലപ്പോൾ എന്തുണ്ടാകാം, ദീനം ഉണ്ടാകാം. സ്തോത്രം. എന്നാൽ ആ ദീനത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിച്ച കാര്യം നമുക്കവിടെ വായിപ്പാൻ്റെയാകും. സ്തോത്രം. അവിടെ രണ്ടാമത്തെ ചിന്ത എന്താണ്? ദീനം പിടിച്ചതിനെ ദൈവം ശക്തീകരിക്കും. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ അനേക രോഗികളെ സൗഖ്യമാക്കി. ലൂക്കോസ് 9-ാം അധ്യായത്തിലും മർക്കോസിലും യോഹന്നാനിലും മത്തായിലും എല്ലാം അനേകരെ സൗഖ്യമാക്കി യേശുവിന്റെ പ്രവൃത്തിയെ പറ്റിയാണ് നമ്മൾ കാണുവാൻ ഇടയാകുന്ന. സ്തോത്രം. ലൂക്കോസ് 9-ാം അധ്യായം പറയുന്നത് അവൻ രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുന്നു എന്നാണ്. സ്തോത്രം. ഇന്നും രോഗികളുടെ മേൽ ദൈവത്തിന് സൗഖ്യമാകുന്ന കരം ദൈവം പകരും. മരുന്നുകളോ ഇഞ്ചക്ഷനുകളോ ഒക്കെ എടുത്താലും ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾ ചെയ്യാവുന്ന മാസ്റ്റം ചെയ്തിരിക്കുകയാണ്, ബാക്കി ദൈവമാണ് ചെയ്യേണ്ടത്. പ്രൈസ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. സ്തോത്രം. അപ്പൊ ദീനം പിടിച്ചതിനെ അവൻ ശക്തിക്കുന്ന ദൈവമാണ്. മൂന്നാമത് ഓർപ്പിക്കുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. 5 ശരീരാവയവങ്ങളെ കർത്താവ് ശക്തീകരിച്ചിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒടുവിലായിട്ട് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ ദൈവം തുടർന്നായിട്ട് കാണും. ചാവാറായ ശേഷിപ്പുകളെ. ഇനിയും ഒരു ജീവൻ ഉണ്ടാകത്തില്ല, ഇനിയും ജീവിക്കുവാൻ സാധ്യതയില്ല. അവസാന ലാപ്പിലായിരിക്കുക, അവസാന പരിശ്രമത്തിലായിരിക്കുക, അവസാന സ്തോത്രം, ഹല്ലേലൂയ, സ്റ്റെപ്പിലായിരിക്കുക. ഇനി ഒരു സ്റ്റെപ്പില്ല, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ, നിന്റെ ആഗ്രഹത്തെ, നിന്റെ പ്രവൃത്തിയൊക്കെ ചാവാറായിരിക്കുകയാണെങ്കിൽ, പ്രേസലോ, ആ ചാവാറായ ശേഷിപ്പുകളുമേൽ ഒരു ശക്തി പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം സ്തോത്രം 30-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രേസലോ, അവിടെ ഹല്ലേലൂയ അസ്ഥി കൂട്ടങ്ങള് കൂടിക്കിടക്കുന്നു. അവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ ഓരോ അസ്ഥികളും ജീവനുള്ള ദേഹിയായി ഒരു സൈന്യമായി മാറുവാൻ ദൈവമായി എന്ന് കാണുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിനാത്മാ പറയാണ്, ചാവാറായ ശേഷിപ്പുകളാണ് നിന്റെ വീട്ടിലുള്ളെങ്കിൽ, നിന്റെ അനുഭവത്തിലുള്ളെങ്കിൽ, നിന്റെ തലമുറ ഉള്ളെങ്കിൽ അതുമേൽ ഒരു ശക്തി പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈ ശക്തീകരണം നടക്കുന്നത്? ആമേൻ. സ്തോത്രം. ഏത് മുഖാന്തരമാണ് ഇത് നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾക്ക് സ്തോത്രം വളരെ പരിചയമായ വാക്കുകൾ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ അവൻ ശക്തി ഉള്ളതും ഉൾനട്ടതുമായ വചനമെന്നാണ്. ശക്തി ഉള്ളതും ഉൾനട്ടതുമായ വചനം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് പ്രത്യേകത പറയുകയാണ്. ആ വചനത്തിന് സൗമ്യത കൈക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ശക്തി ഉള്ളതാണ്. ഈ ദൈവത്തിന്റെ വചനം എന്താണ്? അവൻ പവർഫുള്ളാണ്. സർവശക്തന്റെ വായിന്ന് പുറപ്പെടുന്ന ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം. രണ്ടാമത് പറയുന്നത് ഉൾനട്ടതാണ്, ഡീപ്പ് റൂട്ടഡാണ്. എന്തായാലും ആർക്കും പറിച്ചു മാറ്റാൻ പറ്റാത്ത പോലെ ആഴമേറിയ വേരുള്ളതാണ് ദൈവത്തിന്റെ വചനമെന്നാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ ഈ വചനം നീ കേട്ട് വിശ്വസിക്കുമ്പോഴാണ്, ഈ വചനം നിന്റെ ഹൃദയത്തിൽ സ്തോത്രം നീ പ്രവർത്തിക്കുമ്പോഴാണ്, ഈ വചനത്തെ വിശ്വസിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നീ ശക്തീകരിക്കപ്പെടുവാൻ ഇടയാകുന്നു. സ്തോത്രം. യോബ് 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാമല്ലോ, ദൈവത്തിന് വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തി ഉള്ളതാകുന്നു. ഈ വചനം കേൾക്കുക മാത്രമല്ല, ഈ വചനം നീ കേട്ട് അനുസരിക്കുവാൻ, ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ തീരുമാനിക്കുമ്പോൾ നീ ശക്തി ഉള്ളവനായി മാറുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തിൽ ആത്മാ പറയുന്നു, അവൻ നിന്റെ കാലിനെ ശക്തിരിക്കുന്നവനാണ്, അവൻ നിന്റെ കൈകളെ ശക്തിരിക്കുന്നവനാണ്, അവന്റെ വിരലിനെ ശക്തിരിക്കുന്നവനാണ്, അവന്റെ ആരയെ ശക്തിരിക്കുന്നവനാണ്, അവന് നാവിനെ ശക്തിയിരിക്കുന്നവനാണ്. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ബലഹീനമായ അവസ്ഥയെ ശക്തിരിപ്പാൻ, ദീനം പിടിച്ചതിനെ ശക്തിരിപ്പാൻ, ചാവാറായ ശേഷി ശക്തിരിച്ച് നിന്നെ ഒരു ശക്തനായ പടജനം പോലെ ശക്തനായ വ്യക്തിയായി നിന്നെ വെല്ലുവിളിക്കുന്ന സ്തോത്രം ഗോലിയാത്തിന് മുമ്പിൽ, ജാതി ശക്തി മുമ്പിൽ, പൗരോധ ശക്തി മുമ്പിൽ നിന്നെ നേരെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കും? ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ കൽപ്പിച്ച ദൂതനുമ്പാകെ ഞങ്ങളത്തിന് സമർപ്പിക്കുന്ന ബലഹീനമായ ചില ഹൃദയങ്ങൾ, ബലഹീനം പിടിച്ച ചില ശരീരങ്ങൾ, സ്വന്തം ചാവാറായ ചില പ്രവർത്തന മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ദൈവം ശക്തിരിപ്പാൻ പോകുന്നു എന്ന് കർത്താവ്
പറഞ്ഞല്ലോ. എൻ്റെ അവയവങ്ങളെ ശക്തിയിരിക്കുന്ന ദൈവ സാന്നിധ്യം ദിനത്തിന്മേൽ ഇന്ന് രാവിലെ വ്യാപരിക്കുന്നതിനകത്ത് അവരെ സ്തുതിക്കുന്നു. നിരത്തിയായിരിക്കുന്ന ശക്തിയുള്ള പടദിനമായി ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുഷ്ഠിക്കുന്ന ശക്തയായി ഈ ആഴ്ച മുന്നേറുവാൻ പ്രവർത്തിക്കണമേ. ശക്തന്മാരെ കൊണ്ട് കർത്താവ് ചില ജയിക്കുമല്ലോ. അത് ദിനം പ്രാപിപ്പാൻ കാരണമാക്കണേ. വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ ശക്തിയാലും ദിനദിനം ശക്തിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.